ഹായ് അസ്സലാമു അലൈക്കും. സൺഡേ വ്ളോഗിലേക്ക് സ്വാഗതം. ഈ നാസിപ്പസിൻ്റെ വലിയ പ്രശ്നം ഉണ്ടാവും. ആ പള്ളിയല്ല, നല്ല ടേസ്റ്റുള്ള മാങ്ങ. ഇതിനെ പറ്റി ആർക്കെങ്കിലും അറിയെങ്കിലും. ഇന്ന് രാവിലെ നല്ല മഴയായിരുന്നു, പിന്നെ നല്ല കാലാവസ്ഥയായി. രാവിലെ കോഫിയൊക്കെ ഉണ്ടാക്കി. ഇനി ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കണം. ഇടിയപ്പമാണ് ഉണ്ടാക്കുന്നത്. അതിലേക്ക് തേങ്ങാപ്പാലും പഴം ഇട്ടിട്ടുള്ള പാലാണ് ഉണ്ടാക്കുന്നത്. ഇത് നല്ലൊരു കോമ്പിനേഷനാണ്. ഇവിടെയൊക്കെ അങ്ങനെയാണ് കഴിക്കാറ്. പിന്നെ തേങ്ങാപ്പാലെടുത്തിട്ട് പഴം ഇട്ട് പഞ്ചസാര ഇട്ട് ജ്യൂസ് അടിച്ച് വെക്കും. എന്നിട്ട് പിന്നെ ഇടിയപ്പം ഉണ്ടാക്കും. അതായത് ഞങ്ങൾ പറയുക നൂലപ്പം എന്നാണ്. നൂലപ്പത്തേക്ക് കുറച്ച് അത് ചുടുവെള്ളത്തിൽ വാട്ടി കുഴച്ചതാണ്. അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അത് ഒട്ടി പിടിക്കാതിരിക്കാൻ വേണ്ടി ഒന്നും കൂടി കുഴച്ചെടുത്ത്, പിന്നെ ഇതുപോലെ വാഴൻ്റെ ഇല ഇട്ട് നമ്മളെ പ്ലേറ്റിൽ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒട്ടി പിടിക്കാതിരിക്കാൻ വേണ്ടിയാണ്, വേഗം കിട്ടാനും. പിന്നെ പാത്രത്തിൽ പിടിക്കില്ല, എന്നാൽ പിന്നെ പെട്ടെന്ന് തന്നെ കഴുകിയെടുക്കാനും പറ്റും. അപ്പോൾ ഇങ്ങനെ ആക്കി വെക്കും, എന്നാൽ എളുപ്പം കഴിയല്ലോ. അങ്ങനെ അത് നൂലപ്പം റെഡിയാക്കി. ഇത് നൂലപ്പത്തിൻ്റെ ഒരു പഴയ കുക്കറാണ്. പുതിയൊരു കുക്കർ വാങ്ങി, പക്ഷേ അത് വെച്ച് നോക്കുമ്പോൾ അത് കൊള്ളണില്ല. അപ്പോൾ പിന്നെ ഇതിൽ തന്നെ ഉണ്ടാക്കി. ഇനി വേറൊരു പാത്രം വാങ്ങണം. ഇതിൻ്റെ ഗ്യാരണ്ടി കഴിഞ്ഞു തുടങ്ങിയിരുന്നു. ഞാനൊരു പാത്രം വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഇതേപോലെ ഒന്ന് ആക്കി വെക്കും. അങ്ങനെ പെട്ടെന്ന് ചെയ്തെടുക്കാൻ വേണ്ടി. എന്നാൽ പിന്നെ ഇത് റെഡി ആയി കഴിഞ്ഞാൽ അടുത്ത പ്ലേറ്റിലേക്ക് വെച്ച് കൊടുക്കാമല്ലോ. അങ്ങനെ ഇതുപോലെ പെട്ടെന്ന് വേറിട്ട് കിട്ടും. ഇതുപോലെ തേങ്ങാപ്പാലും പഴവും മിക്സ് ചെയ്തിട്ട് നൂലപ്പം തിന്നുന്നവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. അത് കഴിഞ്ഞ് ഞങ്ങൾ ചക്ക മുറിച്ച്, നല്ല പഴുത്ത ചക്ക ഉണ്ടായിരുന്നു, അത് മുറിച്ച്. ഇന്ന് ചോറ് വെക്കണില്ല, പുറത്തുനിന്ന് വാങ്ങാമെന്ന് വിചാരിച്ച്. അപ്പോൾ പിന്നെ തൊടിയിലൊക്കെ പോയി കുറച്ച് മാങ്ങ ഇതൊക്കെ ഹാർവെസ്റ്റ് ചെയ്യാനുണ്ടായിരുന്നു. ഇത് റംബുട്ടാനാണ്. റംബുട്ടാന് തോടേ ഉള്ളൂ, ഉള്ളിലൊന്നും കായ്ച്ചില്ല, എന്താണെന്ന് അറിയില്ല. പിന്നെ മാങ്ങയൊക്കെ ഹാർവെസ്റ്റ് ചെയ്യാണ്. കവറിട്ടുകൊണ്ട് ചിലതൊക്കെ നന്നായി കിട്ടിയിട്ടുണ്ട്, ചിലതൊക്കെ നല്ല കേട് വന്നിട്ടുണ്ട്. ഫംഗസ് നാസിപ്പസിൻ്റെ വലിയ പ്രശ്നം ഉണ്ടാവും. ഇതാണ് ഈ ഫംഗസ് കണ്ട, ഈ വൈറ്റ് പൊടി. ഇതാണ് പെട്ടെന്ന് ഫംഗസ്. എത്ര ഈ മാവിൽ ഏറ്റവും ഫംഗസ് ഓടിക്കയറുന്ന സാധനം നമ്മളവിടെ കാലാപ്പടി ഫംഗസ്. അൽഫോൺസ ചുണ്ടുണ്ട. അൽഫോൺസ അത്യാവശ്യം നമുക്ക് കിട്ടിയെന്ന് പ്രാവശ്യം. അൽഫോൺസ അതിന്റെ ചുണ്ടല്ലേ ഫംഗസ്. ഫംഗസ് പുതിയ ഒരു മാത്തയും കുഴിച്ചിടാൻ വേണ്ടിയിട്ട് കുഴിയൊക്കെ കുഴിച്ച് അടിയിൽ കരിയിലയും കമ്പോസ്റ്റും പിന്നെ എന്താ പറയാ നമ്മളെ കുമ്മായൊക്കെ ഇട്ട് ട്രീറ്റ് ചെയ്ത് മൂടിയിട്ടതാ, കോഴിക്കൾ ചിക്കാതാക്കാൻ വേണ്ടിയിട്ട്. ഒരാഴ്ച കഴിഞ്ഞിട്ട് അതിന്റെ പ്ലാന്റ് പോട്ട് ചെയ്യും. റെഡിയാക്കി വെച്ചതാ. ഇതാണ് ബ്ലാക്ക് ആൻഡ് റോസ്. ബ്ലാക്ക് ആൻഡ് റോസ് എന്ന് പറയും, ബ്ലാക്ക് ആൻഡ് നാൺ റോസ് എന്ന് പറയും. എന്തായാലും ബ്ലാക്ക് ആൻഡ് റോസ്. ചെറിയ കേടുണ്ട്, ഇത് അറസ്റ്റ് ചെയ്യലേ. ഫംഗസിന്റെ പ്രശ്നം ഈ തറന്റെ ഇവിടെ തറ വലിക്കാണ്. ഇതിന് നമ്മൾ കവർ ഇട്ടിട്ടും മറ്റേ കാഴ്ച കുത്തിയുണ്ട്. കാഴ്ചന്റെ കുത്ത അതൊക്കെ ഉണ്ടാവും. ആ കുത്ത് ഇതാണ് അതിന്റെ കറ ഇളകിയിട്ട് മാങ്ങ കേടേക്കാൻ തുടങ്ങി. ഇപ്പൊ കാലാവസ്ഥ മാറി.
നമ്മളെ പ്ലാന്റേഷനുള്ള വളമാണ്. ബേറാപ്പിളേ ഗ്രീന് നല്ല കൊലത്തി കാഴ്ചയുണ്ട്. ഞാൻ കാണിച്ച പൂവും കായും എല്ലാവരും ഉണ്ടായിരുന്നില്ല. ഇതണ്ട ഇത് ചെറിയ പൂതാ, ചെറിയ കായ് മൂപ്പായി വരുന്നുള്ളൂ. ഒരു പ്രാവശ്യം നമ്മൾ ഹാർവെസ്റ്റിംഗ് കഴിഞ്ഞ സെക്കൻഡ് സ്റ്റേജ് അത്. ഇത് ഗ്രീനാണ്, ഇത് റെഡാണ്. ഇതിന്റെ ബാക്കിൽ ഇല ഉണ്ടോ? ഇല ഈ കളറാകുമ്പോൾ ഇത് റെഡാകും. ഇതിന്റെ ഇല പച്ച, രണ്ടുണ്ട്. ഇത് പുറത്തും വെച്ചിട്ടുണ്ട്, ഇത് ചട്ടിയിൽ വെച്ചിട്ടുണ്ട്. ഇതും കാഴ്ചയുണ്ട്. ഇതാ എന്നാ ഇത് റെഡാണ്. ഇത് അവിടെ അടി അവിടെ ഉണ്ട്, ആ സൈഡിലതാ നമ്മളെ VNR നമുക്ക് മഴ ആയിട്ടാണ് ഫസ്റ്റ് ആയിട്ട് വയ്ക്കുക. ചെറിയ പ്ലാന്റ് ഹാർവെസ്റ്റിംഗ് കഴിഞ്ഞു. മഴ ആയിട്ട് ഒരു ഫിനിഷിങ് ഇല്ല. നമ്മളെ പേരറിയാത്ത മാങ്ങ. ഇതിനെപ്പറ്റി മാവിൻ്റെ പേരറിയണമെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. ഇതിൻ്റെ ഇല കഥ ഒരു 5-6 ഇത് ഷേപ്പ് ഉണ്ടാല് വെങ്ങനാപ്പള്ളി പോലെ തോന്നും, പക്ഷെ ഇത് വെങ്ങനാപ്പള്ളി അല്ല. നല്ല ടേസ്റ്റുള്ള മാങ്ങ. ഇതിനെപ്പറ്റി ആർക്കെങ്കിലും അറിയെങ്കിലും ഒന്ന് കമൻറ്റ് ചെയ്യണം. ഏതാ മാവെന്നില്ല. ഇലതാ ഇങ്ങനെയാണ് ഇതിൻ്റെ ഇല വരുന്നത്. ഇതിനും ഫംഗസ് ഉണ്ട് അത്യാവശ്യം, പക്ഷെ എന്നാലും കായ പിടിച്ചിട്ടുണ്ട്. ഒരാൾ അവിടെയുണ്ട്. നമുക്ക് ഹാർവെസ്റ്റ് ചെയ്യാം. ഹാർവെസ്റ്റ് ചെയ്യുമ്പോൾ എപ്പോഴും ഇങ്ങനെ കയറ്റി കട്ട് ചെയ്താൽ ഒരു ബ്രൗണിങ്ങുമായി ഹാർവെസ്റ്റിങ്ങുമായി. പിന്നെ ഉച്ചകത്തെ ഭക്ഷണം എത്തി, പുറത്തുനിന്ന് വാങ്ങിയതാണെന്ന് പറഞ്ഞില്ല. അത് തൊട്ടടുത്തുള്ള റെയ്താൻ മന്തി ആയിരുന്നു വാങ്ങിയത്. നല്ല അടിപൊളി ചോറാണ് റെയ്താൻ മന്തി. ഞങ്ങൾക്ക് ഇവിടെ ഇഷ്ടപ്പെട്ടതാണ്. പിന്നെ അത് തിന്നുകൊണ്ട് ഞങ്ങൾ പിന്നെ ഇതാ കോട്ടകൾക്ക് പോവുകയാണ്. അപ്പോൾ നൗഷാക്ക് കുറച്ച് മാവ് ദയ്യും ഒക്കെ വാങ്ങാണ്ട് അങ്ങനെ പോയതാണ്. പിന്നെ എൻ്റെ വീട്ടിൽ ഒന്ന് കയറി വരാണ്ട് അവിടെ പോയിട്ടൊരു സാധനം എടുക്കാനുണ്ടായിരുന്നു. അങ്ങനെ പോവുകയാണ്. അങ്ങനെ പോണ വഴിയിൽ ഒരു നഴ്സറി കണ്ട് വീട്ടിലേക്ക് പോണ വഴിയായിരുന്നു. തിരൂരിലേക്ക് പോണ വഴിയിലുള്ളൊരു നഴ്സറിയാണ്. ഇതൊരു ബാങ്കിൻ്റെ കീഴിലുള്ളൊരു നഴ്സറിയാണെന്ന് പറഞ്ഞ് അപ്പോൾ അവിടെ ചെന്ന് നോക്കിയതാണ്, വെറുതെ എന്താ പാടെന്ന് അറിയാൻ. പോയി നോക്കുമ്പോൾ മാവിൻ തൈ കണ്ട് കുഴപ്പമില്ലാത്ത വിലയായപ്പോൾ അത് വാങ്ങിച്ചു. ഇതാണ് നഴ്സറി. കാണാൻ നല്ല അടിപൊളിയാക്കി വെച്ചിട്ടുണ്ട്. ബത്തക്കൻ്റെ തോടൊക്കെ ഉണ്ടാക്കി, ചക്കൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇത് എവിടെയാണെന്ന് അറിയുന്നവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യട്ടോ. നമ്മളിപ്പോൾ എടുത്ത മാംഗോ ആണ്, മാംഗോ കാസർ എന്ന് പറയും. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ദശേരിയും നീലനും തമ്മിലുള്ള ക്രോസാണ് കാസർ. നല്ല ടേസ്റ്റുള്ള മാങ്ങ. നീലമാങ്ങനെ ടേസ്റ്റ് നമുക്ക് അറിയുന്നതല്ലേ. അതേപോലെ അത് രണ്ടും കൂടി ഏതൊരു യൂണിവേഴ്സിറ്റി വികസിപ്പിച്ചെടുത്ത മാങ്ങണി കാസർ എന്നാണ് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ കേട്ടോ. കാസറാണ് മാംഗോ. അങ്ങനെ ഞങ്ങൾ വീട്ടിൽ പോയി. അവിടെ പോയപ്പോൾ ഞാവൽ കഴിച്ചിട്ടാ. തായ്ക്കിങ് ഞാവലാണെന്നാണ് പറഞ്ഞ് വാങ്ങിയതാണ്. അപ്പോൾ അത് കഴിച്ച് നോക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ നൗഷാക്ക് ആദ്യം വിചാരിച്ചിരുന്നത് വാങ്ങണമെന്ന്. അത് കഴിച്ച് നോക്കുമ്പോൾ അത് വാങ്ങണമെന്ന് നിർബന്ധമായി. അങ്ങനെ ആ നഴ്സറിയിൽ തന്നെ പോയി ഞാവൽ വാങ്ങിച്ചു. തായ്ക്കിങ് ഞാവലിനെ പറ്റി അറിയുന്നവരൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യട്ടോ. ഞങ്ങൾ തിന്നപ്പോൾ നല്ല സാധാ ഞാവലിനേക്കാളും കുറച്ചും കൂടി കട്ടിയിലൊക്കെ ഉള്ളതുകൊണ്ട് നല്ല ടേസ്റ്റായി തോന്നി. പർച്ചേസ് ചെയ്ത ഞാവൽ ഇത് തായ്ക്കിങ് ഞാവലാണ്. നല്ല രസമുള്ള വലിയ ഞാവൽ, കുറച്ച് നല്ല സൈസുള്ള ഞാവലത്. തായ്ക്കിങ് ഞാവൽ നല്ല കടകളിലൊക്കെ ഉള്ള അടിപൊളി പ്ലാന്റാണ്. ഇതിനിപ്പോൾ ഞാൻ ഒരു 350 രൂപ കൊടുത്തു തായ്ക്കിങ് ഞാവൽ. പിന്നെ ഇത് മാവിൻ്റെ ഒരു പ്ലാന്റാണ്. ഇത് കാസർ എന്ന് പറഞ്ഞ മാവ്. ഇത് നല്ല ഹെവി പ്ലാന്റാണ്. ഇതിന് ഞാൻ 800 രൂപ കൊടുത്തു. 800. നല്ല അടിപൊളി പ്ലാന്റാണ്. ഇനി നാളെ മറ്റന്നാളായിട്ട് പ്ലാന്റ് ചെയ്യണം. നല്ല കടവന്നുള്ള ഒരു ബഡ് തയ്യൽ. നല്ല അടിപൊളി പ്ലാന്റ്. നല്ല ബ്രാഞ്ചസൊക്കെ ഉള്ള. ഇനി ഒരാഴ്ച കഴിഞ്ഞിട്ടേ പ്ലാന്റ് ചെയ്യുള്ളൂ. ഇപ്പം ഒന്ന് കൊണ്ടുവന്നിട്ടില്ല. അതിൻ്റെ ക്ഷീണമൊക്കെ ഒന്ന് മാറിയതിൻ്റെ ശേഷം നമ്മൾ പ്ലാന്റ് ചെയ്യും. ഞങ്ങളെ പൂച്ച ബൂബി പ്രസവിച്ച വീഡിയോ ഒക്കെ ഇട്ടിരുന്ന് കണ്ടിരിക്കുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. കമൻറ്റ് ചെയ്താനും മറക്കരുത്. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്.